നമസ്കാരം, TJ's വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കഴിഞ്ഞ ദിവസം പുറമ്പോക്കിലോ റോഡരികുകളിലോ അനധികൃതമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള കൊടിമരങ്ങൾ ഈ മാസം 25-നകം നീക്കം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് ആര് സ്ഥാപിച്ചോ അവർക്കെതിരെ നിയമ നടപടികൾ എടുത്തിരിക്കണം എന്നുള്ള ഒരു അന്ത്യശാസനം നിങ്ങളേവരും പത്രമാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞു കാണും. ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റോഡ് സുരക്ഷാ കമ്മീഷണർ ഇതുപോലുള്ള ഉത്തരവുകൾ, ഇതുപോലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതാണ്. അതാരും ഇന്ന് വരെ മുഖവിലേക്ക് എടുത്തിട്ടുള്ള എന്നുള്ളതാണ് ഇന്നും ഇത് വർദ്ധിക്കാനായിട്ടുള്ളതായ സാഹചര്യം. ഇന്ന് ഈ കേരളത്തിലെ ഏത് നാൽക്കവലകൾ ജംഗ്ഷൻ എടുത്താലും അവിടെ ഇതുപോലുള്ള കൊടിമരങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വാഹനം ഓടിക്കുന്ന ആളുകളുടെ അവർക്ക് സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കാൻ വിഘാതമായി പല സ്ഥലത്തും ഇതുപോലുള്ള ഇൻസ്റ്റലേഷൻസ്, കൊടിമരങ്ങൾ, ഫ്ലക്സ് ബോർഡുകൾ, ഏത് ജംഗ്ഷനുകൾ എടുത്താലും ഇതുപോലുള്ള അനധികൃതമായിട്ടുള്ള ഇൻസ്റ്റലേഷൻസ് കാണാനായിട്ട് സാധിക്കും. അതിനൊരു ഉദാഹരണം എന്നോണം എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ജംഗ്ഷൻ, കണയന്നൂർ എന്ന ഈ സ്ഥലം അറിയപ്പെടുന്നത് എരുവേലി എന്നുള്ള പേരിലാണ്. ഇന്ന് കേരളത്തിലെ ഓരോ ജംഗ്ഷൻ്റെയും ഒരു പരിച്ഛേദം എന്ന നിലയിൽ ഈ ജംഗ്ഷൻ്റെ വിശേഷങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. ഈ ജംഗ്ഷനോട് സമീപിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കൊടിമര തൂണുകൾ ഈ ജംഗ്ഷൻ്റെ ഈ ഒരു വശത്തായിട്ട് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ കൊടിമര തൂണുകൾക്ക് എതിർവശത്തായിട്ട് ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. ഇന്ന് ഇവിടെ ഈ ജംഗ്ഷനിൽ തന്നെ ഈ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് കേരളത്തിലെ ഏത് റോഡുകളിൽ ചെന്നാലും ഈ അനധികൃതമായിട്ടുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ, ഈ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ കോടതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കേരളത്തിലെ റോഡുകളിൽ ഓട്ടോറിക്ഷകൾ റോഡരികിൽ നിന്നും 1.5 മീറ്റർ മാറി മാത്രമേ പാർക്ക് ചെയ്യാവൂ എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. ഇവിടെ ഏത് ഉദ്യോഗസ്ഥന്, ഏത് ലോക്കൽ അഡ്മിനിസ്ട്രേഷന് അത് നടപ്പിൽ വരുത്താൻ കഴിയുമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഒരു ആക്ഷൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് നടപ്പിലാക്കാൻ സാധിക്കുമോ? പക്ഷേ അത് റോഡ് സുരക്ഷയെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും നിങ്ങൾ വിസ്മരിക്കരുത്. കേരളത്തിലെ ഒട്ടുമിക്ക ജംഗ്ഷനുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതും. ഏകദേശം 80,000-ഓളം ഇതുപോലുള്ള കൊടിമരങ്ങൾ ഇന്ന് സംസ്ഥാനത്തുടനീളം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ കേരള സർക്കാർ ഇതിന് കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള വിശദീകരണം ഇല്ല. ഏകദേശം 42,000-ന് മേൽ ഇങ്ങനെയുള്ള കൊടിമരങ്ങൾ ഉണ്ട് എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഈ കൊടിമര തൂണുകൾ ഇന്ന് സാധാരണ റോഡ് സുരക്ഷയെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ള വിഷയത്തിലേക്കാണ് ഞാൻ കിടക്കുന്നത്. ഇവിടെ ഈ ജംഗ്ഷൻ തന്നെ കണക്കിലെടുത്താൽ ഒരു വർഷത്തിന് മുമ്പ് ഈ കൊടിമര തൂണുകളുടെ ഇടയിൽ നിന്നും ആ റോഡിലേക്ക് ഇറങ്ങിയ ഒരു പാവം പെൺകുട്ടിയെ ഒരു ചരക്ക് വാഹനം ഇടിച്ച് ഈ പെൺകുട്ടി തെറിച്ചു വീണത് ഈ കൊടിമര തൂണിൻ്റെ ഒരു ഫൗണ്ടേഷനിലേക്ക് വന്ന് തലയടിച്ച് വീണാണ് ഈ കുട്ടി മരണപ്പെടാനിടയാതെന്നുള്ള കാര്യം കൂടി വിസ്മരിക്കരുത്. അപ്പോൾ ഈ കൊടിമര തൂണുകൾ ആരാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇതിൽ അധികവും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമര തൂണുകളായിരിക്കും. ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഈ റോഡ് കയ്യേറിയാണെന്നുള്ള കാര്യത്തിലും ആർക്കും സംശയമില്ല. ഇവിടെ പ്രത്യേകിച്ചും ഈ ഒരു ജംഗ്ഷൻ ഈ കൊടിമര തൂണുകൾ നീക്കം ചെയ്തതിന് ശേഷം ഈ ജംഗ്ഷൻ തന്നെ എത്രമാത്രം മനോഹരമായി തീരും. ഇന്ന് ഒരു നഗരാസൂത്രകനാണെങ്കിലോ ഒരു പഞ്ചായത്തിലെ ഇതുപോലുള്ള ബ്യൂട്ടിഫിക്കേഷൻ സംബന്ധിച്ചിട്ടുള്ള ഒരു ഏതെങ്കിലും കമ്മിറ്റി ചെയർമാൻ ആണെങ്കിലോ അയാളുടെ മനസ്സിൽ വേണ്ടത് നല്ല ഒരു കാഴ്ചപ്പാടോട് കൂടിയായിരിക്കണം ഓരോ ജംഗ്ഷനുകളും വികസിപ്പിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ജംഗ്ഷനുകളിലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ജംഗ്ഷനോട് അടുക്കുമ്പോഴാണ് അപകടങ്ങൾ കൂടുന്നത്. ഇവിടുത്തെ ഈ ഒരു ജംഗ്ഷൻ്റെ പ്രത്യേകത തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഈ ജംഗ്ഷനോട് അടുക്കുമ്പോൾ, ചോറ്റാനിക്കര ഭാഗത്ത് നിന്ന് ഈ ജംഗ്ഷനോട് അടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ട്രാഫിക് സൈനുകൾ, ഇവിടെ ഈ റോഡ് സൈനുകൾ സ്ഥാപിച്ച പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവർ നിയോഗിച്ച കോൺട്രാക്ടർ ഇത് സ്ഥാപിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇത് പരിശോധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നിരർത്ഥകമായ രീതിയിലാണ് ഈ ട്രാഫിക് സൈനുകൾ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ജംഗ്ഷനോട് സമീപിക്കുമ്പോൾ ഈ 2 ട്രാഫിക് സൈനുകളും, ഒന്ന് ജംഗ്ഷൻ മുൻപിലുണ്ട് എന്ന് കാണിക്കുന്നതും കൂടാതെ ഇവിടെ ഒരു പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലും ഈ ട്രാഫിക് സൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 2 ട്രാഫിക് സൈനുകളും വാഹനം ഓടിച്ചു വരുന്ന ആർക്കും
കാണാനായിട്ട് സാധിക്കുന്നില്ല. അത് മറച്ചുകൊണ്ട് അവിടെ ഒരു മരം ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് തൊട്ടടുത്താണ് ഈ പെഡസ്ട്രിയൻ ക്രോസിങ് ഉണ്ടെന്ന് കാണിച്ചിട്ടുള്ള ഒരു സൂചകം അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഞാനിത് ഈ ജംഗ്ഷൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയുന്നതല്ല. ഇന്ന് കേരളത്തിൽ ഏത് റോഡ് ജംഗ്ഷനെ സമീപിക്കുമ്പോഴും ഇതുപോലുള്ള തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഇൻസ്റ്റലേഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ജംഗ്ഷനോട് അടുത്ത് തന്നെ പല സ്ഥലത്തും ഇതുപോലുള്ള ഈ കൊടിമരങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം ഇത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു റോഡ് ജംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഭംഗിയായ രീതിയിൽ സുരക്ഷിതമായ രീതിയിൽ ക്രമീകരിക്കേണ്ടതാണ്. ആ ജംഗ്ഷനോട് അടുക്കുമ്പോഴും ആ ജംഗ്ഷനിൽ കൂടി ഇടത്തോട്ടോ വലത്തോട്ടോ നേരെയോ പോകേണ്ട വാഹനങ്ങൾക്ക് വളരെ വ്യക്തമായ രീതിയിൽ വരുന്ന വാഹനങ്ങൾ കാണത്തക്ക രീതിയിൽ അതിന് തടസ്സമില്ലാത്ത രീതിയിൽ ഈ ജംഗ്ഷൻ വളരെ മനോഹരമാക്കി തീർക്കാവുന്ന ഒരു ജംഗ്ഷനാണ് ഈ എരുവേലി ജംഗ്ഷൻ എന്ന് പറയുന്നത്. മറ്റ് കേരളത്തിലെ പല ജംഗ്ഷനുകളും ഇതുപോലെ നല്ല രീതിയിലാക്കാനായിട്ട് സാധിക്കും. ഇതിന് ഏറ്റവും ഉതകുന്ന രീതിയിൽ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ പഞ്ചായത്ത് അധികൃതർക്കാണ്. ഈ പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേരുന്നതാണ് ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത്. പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ അവർ ഒരു അഭിപ്രായ ഐക്യത്തോടു കൂടി ഇവ നീക്കം ചെയ്ത് അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇത് മാറ്റി ഇത് വർഷത്തിൽ ഒരിക്കലോ മറ്റോ ഉപയോഗിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് പൊതുജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന രീതിയിൽ റോഡ് സുരക്ഷയ്ക്ക് വിഘാതമായി നിൽക്കുന്ന രീതിയിൽ ഇതുപോലുള്ള ഇൻസ്റ്റലേഷൻസ് നാട്ടിലുടനീളം ഉയർന്നു പൊങ്ങുമ്പോൾ ഹൈക്കോടതി എന്നല്ല ഇതിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹന വകുപ്പാണെങ്കിലും പോലീസുകാരാണെങ്കിലും ഇത് കണ്ടില്ലെന്ന് നടിച്ചുകൂടാ. ഇവരാണ് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ഉന്നത സ്ഥലങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ഇതുപോലുള്ള ഇൻസ്റ്റലേഷൻസ് കൊണ്ട് അത് നീക്കം ചെയ്യണം. പഞ്ചായത്ത് അധികൃതരായിട്ടാണെങ്കിലും നഗരസഭയുമായിട്ട് ചേർന്നിട്ടാണെങ്കിലും വേണ്ട രീതിയിൽ ഇതിനുള്ള നടപടികൾ അത് പൂർത്തിയാക്കേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും ഈ റോഡുകളുടെ ഒരു റോഡ് ഓഡിറ്റിംഗ് നടത്തുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഇന്ന് രാത്രി കാലങ്ങളിൽ ഒരു 60 കിലോമീറ്ററിന് മേലെ ഏത് റോഡിൽ കൂടി സഞ്ചരിച്ചാലും ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്റ്റലേഷൻസിൽ ഇടിക്കാനോ അല്ലെങ്കിൽ അപകടമുണ്ടാകാനായിട്ടുള്ള ചാൻസുകൾ ഒട്ടും വിരളമല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. രാത്രി കാലങ്ങളിൽ ഈ ഒരു റോഡ് ഓഡിറ്റിംഗ് നടത്തിയതിന് ശേഷം ഇതുപോലുള്ള അപകടകരമായ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക. തീർച്ചയായിട്ടും അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ജംഗ്ഷൻ്റെ 2 വശങ്ങളിലും മെയിൻ റോഡിൻ്റെ ഇരുവശങ്ങളിലും അനാവശ്യമായിട്ടുള്ള ഇൻസ്റ്റലേഷൻസ് ഉണ്ട്. അവ ഒതുക്കി ഈ ബസ് സ്റ്റോപ്പുകൾ വളരെ സൗകര്യപ്രദമായ രീതിയിൽ മാറ്റാനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ എരുവേലി ജംഗ്ഷൻ എന്നല്ല ഇന്ന് കേരളത്തിലെ ഏത് ജംഗ്ഷനും ഇതുപോലെ നവീകരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള ഒരു അഭിപ്രായം. ഇന്ന് വാഹനങ്ങളിലായാലും ഉന്തുവണ്ടികളിലായാലും നിലത്തിരുന്നും ധാരാളം ആളുകൾ ഇന്ന് വഴിയോര കച്ചവടം നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിലും നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവരുടെ എതിർപ്പുണ്ടാകും. കാരണം അവർ ഒരു ഉപജീവന മാർഗം എന്നുള്ള നിലയിലാണ് ഇന്ന് ഈ രീതിയിൽ കച്ചവടം നടത്തുന്നത്. പക്ഷേ ഇങ്ങനെ നൂറുകണക്കിന് ആൾക്കാരുടെ ഉപജീവനത്തിന് വേണ്ടി ഈ റോഡ് കയ്യേറി ഇതുപോലുള്ള അനധികൃതമായിട്ടുള്ള കച്ചവടം നടത്തുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇവിടുത്തെ റോഡ് സേഫ്റ്റിക്ക് ഉണ്ടാകുന്ന വിഘാതങ്ങൾ ഇവിടെ ആരും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് വിദേശ രാജ്യങ്ങളിലെല്ലാം മാസത്തിൽ 1-2 ആളുകൾ ഒരു റോഡ് അപകടത്തിൽ കൊല്ലപ്പെടുകയും ആ വാർത്ത തന്നെ വളരെ വലിയ രീതിയിൽ അവിടെ പ്രചരിപ്പിക്കുകയും ചെയ്യപ്പെടുമ്പോൾ ഇന്ന് കേരളത്തിൽ ഒരു മാസത്തിൽ 400-ലധികം ആളുകൾ റോഡിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. ഒരു വർഷത്തിൽ 4000-ലധികം ആളുകളാണ് ഈ റോഡുകളിൽ മരണപ്പെട്ടിട്ടുള്ളത്. കോവിഡിൻ്റെ സാഹചര്യത്തിൽ കുറേ നാൾ വാഹനം ഓടിക്കാതിരുന്നപ്പോൾ ഈ 2020-ലും 2021-ലും അതിൻ്റെ സംഖ്യ കുറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ പോലും ഓരോ വർഷവും 4000-ലധികം ആളുകൾ ഈ കേരളത്തിലെ റോഡുകളിൽ മരണപ്പെടുന്നുണ്ടെന്ന് ഉള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ആരും വിസ്മരിച്ചു പോകരുത്. റോഡ് സുരക്ഷയ്ക്ക് ഉതകുന്ന രീതിയിൽ റോഡുകൾ, ജംഗ്ഷനുകൾ അവ എങ്ങനെ പരിപാലിക്കപ്പെടണം എന്നുള്ളതിൻ്റെ ഒരു സൂചന അത് ഈ എരുവേലി ജംഗ്ഷൻ എന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടിലെ ഈ ജംഗ്ഷൻ തന്നെ ഞാനൊരു ഉദാഹരണമാക്കിയെടുത്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. സത്വരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള ഒരു ആശ ഈ പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ സ്റ്റേ സേഫ്. ബൈ.